35 ലക്ഷം രൂപ മുടക്കി ഒരു ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചു. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നേ വരെ ആർക്കും അവിടെ നിന്ന് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ മാത്രം കഴിഞ്ഞിട്ടില്ല. പുതിയ മോഡൽ വാഹനങ്ങളുടെ ചാർജിംഗ് രീതിക്കനുസരിച്ച് ചാർജിംഗ് സ്റ്റേഷനിലെ പോയിന്റുകൾ ഒരുക്കാതിരുന്നതാണ് ലക്ഷങ്ങളുടെ പദ്ധതി നശിക്കാൻ ഇടയാക്കിയത്. കൃത്യമായ വികസന കാഴ്ചപ്പാടില്ലാതെ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്നതിന്റെ സ്മാരകമാണ് ഇക്കാണുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിൽ KSEBയുടെ ഉടമസ്ഥതയിൽ 35 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനാണ് ഇക്കാണുന്നത്. പക്ഷേ ഇന്നോളം ഇവിടെ നിന്ന് ചാർജ് ചെയ്യാൻ മാത്രം ആർക്കും സാധിച്ചിട്ടില്ല. ഇലക്ട്രിക് ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ കഴിയുന്ന അത്യാധുനിക ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനാണ് വടക്കാഞ്ചേരിയിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു പ്രഖ്യാപനം. പ്രധാന പാതയിൽ നിന്ന് മാറി ഏങ്കക്കാട് KSEB സബ്സ്റ്റേഷൻ അടുത്ത് സ്ഥലവും കണ്ടെത്തി. കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യേതര ഊർജ്ജ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ മുടക്കി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചു. പക്ഷേ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോഴേക്കും കരാർ കമ്പനിയായ ഡെൽറ്റ സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടിരുന്നു. ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും ഇറങ്ങാതായി. വണ്ടികൾക്ക് ഉപയോഗമില്ല, കാരണം അവർക്ക് ഇവിടെ വന്നിട്ട് ചാർജ് ചെയ്യുന്ന ഒരുപാട് സമയനഷ്ടം, പിന്നെ അതിൻ്റെ ടെക്നോളജി മാറിയതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. ഇതിങ്ങനെ വന്നപ്പോൾ ഇതിപ്പോൾ 1.5 വർഷത്തോളമായിട്ട് ഇതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഇനി ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ചാർജ് ചെയ്യുന്ന ടെക്നോളജി മൊത്തം മാറണം. അപ്പോൾ 35 ലക്ഷം ചിലവ് ചെയ്ത് ഉണ്ടാക്കിയത് ഇനി ഇതിൻ്റെ സിസ്റ്റം ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ അത്രയും പൈസ വീണ്ടും വേണ്ടി വരും. പുതിയ വാഹനങ്ങളുടെ ചാർജിംഗ് സ്ലോട്ട് അനുസരിച്ച ചാർജിംഗ് സ്റ്റേഷനിലെ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ പദ്ധതി ജനങ്ങൾക്ക് ഉപകരിക്കൂ. എന്നാൽ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലാകുമെന്നാണ് വിലയിരുത്തൽ. ഈ തുക കണ്ടെത്താൻ KSEBക്ക് കഴിയാതെ വന്നതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് ഉപകാരമില്ലാതെ നശിക്കുന്നത്. ഇത് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മന്ത്രി പരസ്യമായി നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കോടികളുടെ ദൂരത്ത് ഓരോ പദ്ധതി വരുമ്പോഴും അതിൻ്റെ പ്രായോഗികത നോക്കാതെ പണം ചെലവഴിച്ച് ഇതുപോലെ ഇങ്ങനെ നോക്കുകുത്തികളായിട്ട് ഒരുപാട് പദ്ധതികൾ കിടക്കുകയാണ്. അപ്പോൾ ശക്തമായി ഇതിൻ്റെ ഒരു CBI അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം അവസ്ഥ നാളെ ഉണ്ടാവരുത്. ഏങ്കക്കാട് മാത്രമല്ല, ചാർജിംഗ് സ്റ്റേഷനുകൾ നവീകരിക്കാൻ സാധിക്കാതായതോടെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇന്ന് കാടുകയറുകയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം തള്ളാനും കൊള്ളാനുമാകാതെ നിരവധി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകളാണ് സ്മാരകം കണക്കെ സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ ഒരുക്കിയത് കെടുകാര്യസ്ഥതയുടെ ദീർഘവീക്ഷണയില്ലായ്മയുടെ എല്ലാം ഉദാഹരണമാണ്. പ്രതികരണങ്ങളിലേക്ക്. ഇത്രയും കാശ് ചിലവാക്കിയിട്ട് ഒരാൾക്ക് പോലും ഉപകാരം ഇല്ലാത്ത രീതിയിൽ 35 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് KSEBയുടെ നേതൃത്വത്തിൽ അധികൃതർ ഇത് ചെയ്തിരിക്കുന്നത്. വലിയ ഇതിൽ കൊട്ടിക്കൊഴിച്ചു കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഇതിപ്പോൾ ആർക്കും ഉപകാരമില്ലാതെ അനാഥപ്രേതം പോലെ ഇവിടെ കിടക്കുകയാണ്. കൂടുതലും ഇലക്ട്രിക് വണ്ടികളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്കും കൂടി പ്രയോജനമാകുന്ന വിധത്തിൽ അത് പരിവർത്തനം ചെയ്തു കൊടുക്കണം. ഒരു പെട്ടെന്നുള്ളൊരു ആക്ഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.